ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചോക്കോ വെൽവെറ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റിയായ ചോക്കോ വെൽവെറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കണം. ചെറു ചൂടുള്ള പാലിൽ ഒരു കഷ്ണം ചോക്ലേറ്റും ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം. ഒരു കപ്പ് മൈദ, അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ എന്നിവ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഡ്രൈ ആയ ബൗളെടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായി ബീറ്റ് ചെയ്ത് ഒരു വൈറ്റ് കളറാവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടർ ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ഓയിലും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് 3 തവണയായിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് മാറ്റി വയ്ക്കണം. നമുക്ക് റെഡ് വെൽവെറ്റിന് വേണ്ടിയിട്ടുള്ളത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ കൊക്കോ പൗഡർ ചേർത്ത മിക്സ് ചേർത്ത് കൊടുക്കാം. സ്പാച്ചിൽ വെച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് നമുക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതൊരു 25-30 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ബേക്കായി കിട്ടും. അതിനുശേഷം നമുക്ക് റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് റെഡിയാക്കി എടുക്കാം. ഒരു 2 തുള്ളി റെഡ് കളറും ഒരു ടീസ്പൂൺ പാലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ട്രയലിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ 2 കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ കേക്ക് തണുത്തതിന് ശേഷം നമുക്ക് ലെയറായി കട്ട് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് കേക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് മോൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. അത് നമുക്ക് പൊടിച്ചിട്ട് സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനാണ്, ഡെക്കറേറ്റ് ചെയ്യാനാണ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഷുഗർ സിറപ്പ് വെച്ച് നന്നായി ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത്തിരി ഗണാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മീതെയായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് മീതെ കുറച്ചും കൂടി ഗണാഷ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മീതെ നമുക്ക് റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ ലെയറും ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് വെച്ച് നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ ഫൈനൽ കോട്ടിങ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട്ടോടെയല്ല, ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് വെൽവെറ്റിൻ്റെ ആ പൊടി നമുക്ക് സൈഡിലൊക്കെ ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻസൊക്കെ ഇവിടെ കഴിഞ്ഞു. ഒരു ലുക്കിന് വേണ്ടിയിട്ട് നമുക്ക് മുകളിലായിട്ട് 3 ചെറി വെച്ച് കൊടുക്കാം. ഹാപ്പി ആനിവേഴ്സറി എന്നുള്ള ഒരു ടോപ്പർ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.